നമ്മുടെ പഞ്ചായത്തിൽ പ്രധാനപ്പെട്ട സ്കൂളായ കുളക്കട ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടർച്ചയായി രണ്ടാമത്തെ വർഷമാണ് കലോത്സവം നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ തന്നെയാണ് ഏറ്റെടുത്തത്, വൻ വിജയമാക്കി തരുന്നത്. ഇപ്രാവശ്യം വീണ്ടും നമുക്ക് തന്നെ ആ കലോത്സവം നടക്കുന്നതിന് വേണ്ടിയുള്ള ചാൻസ് കിട്ടിയത്. തീർച്ചയായിട്ടും ഇവിടുത്തെ അധ്യാപകരും സംഘടനാ ഭാരവാഹികളും യാതൊരു മടിയും കൂടാതെ അത് ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചതാണ്. ഇപ്പോൾ ഏകദേശം ഇന്ന് മൂന്നാമത്തെ ദിവസം ഇതുവരെയും ഒരു പരിഭവമോ മറ്റ് വിഷയങ്ങളോ ഇല്ലാതെ വളരെ ചിട്ടയായി തന്നെ അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. നാളെ വൈകിട്ട് ഇതോടുകൂടി സമാപനമുണ്ടോ. തീർച്ചയായിട്ടും വളരെ മനോഹരമായ രീതിയിൽ അത്രയേറെ ശുഷ്കാന്തിയോടുകൂടി ഇതിന് വിവിധ കമ്മിറ്റികൾ അതിനുവേണ്ടി പങ്കുവച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ആ സംഘാടനം പൂർത്തിയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഏകദേശം 70-ൽ പരം സ്കൂളുകൾ പങ്കെടുത്ത 300-ൽ പരം മത്സരങ്ങൾ ഏകദേശം 5000 വിദ്യാർത്ഥികളുടെ സ്ഥാനത്തിലാണ് നടത്തപ്പെടുന്നത്. തീർച്ചയായിട്ടും അതൊരു വൻ വിജയമാക്കി തീർത്ത ഈ പ്രദേശത്തെ ആളുകളും അധ്യാപകരും സംഘടനകളും പ്രത്യേകിച്ച് അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി എടുക്കപ്പെട്ട കമ്മിറ്റികളെല്ലാം വളരെ കൃത്യതയോടെ അത് പരിപാലിച്ചിട്ടുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. തീർച്ചയായിട്ടും നാടിന് കുളക്കട എന്ന് പറയുന്ന സ്ഥലത്തെ ഏകദേശം 4 ദിവസം, നാളെയും കൂടെ ആകുമ്പോൾ 4 ദിവസം ഒരു ഉത്സവ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് ഈ കലോത്സവം നടക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം വേണമെങ്കിൽ പോലും ആവശ്യപ്പെട്ടാൽ നമ്മൾ ഏറ്റെടുത്ത് നടക്കുക, അതിന് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. തീർച്ചയായിട്ടും കുളക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിനന്ദനം കൂടി ഈ സമയത്ത് അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.